ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ചക്ക വേവിച്ചതും ഒരു മുളകിട്ട മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. വായോ വീഡിയോയിലേക്ക്. ചക്ക ഇന്നലെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അത് തണുപ്പ് മാറിയ ശേഷം ഇത് വേവിക്കാം. ആവശ്യമായ വെള്ളം ഒഴിച്ച് അടച്ച് വേകാൻ വെക്കാം. ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ചക്ക പറിച്ചപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്ത് നമുക്ക് വേവിക്കാം. ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി, കേടുകൂടാതെ മാസങ്ങളോളം ഇരിക്കും. മീൻ കറി വെക്കാൻ പോവാണ്. ചട്ടി ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഉലുവയിട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചി സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് മസാല ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നതിലേക്ക് ഇട്ട് കൊടുത്ത് അതെല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം പൊടിയുടെ പച്ച മണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ആ പൊടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഈ മീനാണ്, അത് കഴുകി വെച്ചിരിക്കുകയാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ആവശ്യമായ പുളി ഇട്ട് കൊടുക്കണം. മീനിട്ട് കൊടുത്ത ശേഷം ഞാൻ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു മസാലയ്ക്കകത്ത്, അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് 2 കരിയാപ്പിലയും അതിൻ്റെ മുകളിലിട്ട് അടച്ച് വെച്ച് അത് വേവിച്ചെടുക്കാം. മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചക്കയ്ക്ക് അരപ്പുണ്ടാക്കണം. അരപ്പിനായിട്ട് തേങ്ങയെല്ലാം റെഡിയാക്കി ചതച്ച് വെച്ചിരിക്കുകയാണ്. ഏകദേശം പകുതി വെന്ത് ചക്ക അതിലേക്ക് അരപ്പ് ചേർക്കണം. അങ്ങനെ ഞാൻ മീൻകറിയിലേക്ക് കരിയാപ്പില ഇട്ട് കൊടുത്തു. അത് അടച്ച് വേവിക്കാം. അതുപോലെ തന്നെ ചക്കയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കിയുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ച് എടുക്കണം. ഞാൻ തേങ്ങയും കരിയാപ്പിലയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 2-3 മുളകിന് പകരം കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അരച്ച് നമുക്ക് വെന്ത ചക്കയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചൊന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് അത് നല്ലപോലെ ആവിയിൽ വെന്ത ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ചക്കയിലേക്ക് അരപ്പ് ഇട്ട് കൊടുത്തു. അത് അവിടെ ഇരുന്ന് വെന്ത് കഴിഞ്ഞ് നമ്മൾ അതൊന്ന് തുടുപ്പ് വെച്ച് കുഴച്ചെടുത്ത് മാറ്റി വെക്കുക. അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കണം. അങ്ങനെ ഇളക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻകറി റെഡിയായെന്ന് നോക്കാം. അങ്ങനെ മീൻകറി തിളച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ചൂട് ചക്കയും അതിൻ്റെ കൂടെ മുളകിട്ട മീൻകറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നിങ്ങളും ഒന്ന് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് വേണം. എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണണം. അതുപോലെ ലൈവൊക്കെ ഉണ്ട് ചാനലിന്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.